എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യാതൊരു കെമിക്കലും ചേർക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന തെങ്ങിൻ പൂക്കുല ലേഹ്യമാണ് തയ്യാറാക്കുന്നത്. പണ്ടത്തെ കാലത്ത് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് അമ്മമാർ ഈ പൂക്കുല ലേഹ്യം തയ്യാറാക്കി കൊടുക്കാറുണ്ട്. ശരീരവേദന, കൈകാൽ വേദന, സന്ധിവേദന, നടുവേദന എല്ലാ വേദനകൾക്കും നല്ലതാണ്. മാത്രമല്ല പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയ്ക്കും നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലേഹ്യം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. തെങ്ങിൻ പൂക്കുല ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള തെങ്ങിന്റെ ഇളം പൂക്കുലയാണ് വേണ്ടത്. അധികം മൂത്ത പൂക്കുല എടുക്കരുത്, ഇതുപോലത്തെ ഇളം പൂക്കുല. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ആദ്യം ഇതിന്റെ പകുതി ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. വളരെ ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അരിഞ്ഞെടുത്ത പൂക്കുല ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പൂക്കുല ലേഹ്യത്തിന് നമുക്ക് തേങ്ങാപ്പാല് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുള്ള 1-ാം പാലാണിത്. അതുപോലെ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത 2-ാം പാലാണിത്. ഇത് 3 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിട്ടുള്ള 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചിട്ടാണ് നമുക്ക് ഈ പൂക്കുല വേവിച്ചെടുക്കേണ്ടത്. പൂക്കുല ഒരു 5 വിസിലിന് വേവിച്ചെടുക്കാം. 5 വിസിലും വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിന്റെ പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. പൂക്കുല ലേഹ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 700 ഗ്രാം കരിപ്പെട്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരിപ്പെട്ടി ആയിരിക്കും നല്ലത്, അതായത് പനഞ്ചക്കര. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ കരിപ്പെട്ടി നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ലേഹ്യത്തിലേക്ക് നമുക്ക് ഇനി കുറച്ച് മരുന്നുകൾ ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 1/2 ടീസ്പൂൺ അയമോദകം, 10ഓളം ഏലക്ക തൊലി കളഞ്ഞെടുത്തത്, 2-3 പീസ് പട്ട, അതുപോലെ തന്നെ ചെറിയ 2 കഷ്ണം ചുക്ക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ചെറിയ കടായിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതവിടെ മരുന്നുകൾ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നില്ലെങ്കിൽ അങ്ങാടിക്കടയിൽ നമുക്ക് മരുന്ന് പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചാലും മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കുക്കർ നല്ല പോലെ തന്നെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് എടുത്ത സമയത്ത് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്കിത് നല്ല പോലെ തന്നെ അരച്ചെടുക്കേണ്ടതാണ്. ഇതിനി അരച്ചെടുത്തിട്ട് വരാം. പൂക്കുല ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഗ്യാസ് അടുപ്പിൽ ഒരു ഓട്ടുരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പൂക്കോലി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് ഇളക്കി കൊടുക്കാം. നെയ്യ് കിടന്നിട്ട് പൂക്കുല നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഈ സമയത്ത് ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. അരിച്ചൊഴിച്ചു കൊടുക്കാം. കരിപ്പെട്ടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കുന്ന സമയത്ത് സാവധാനം വേണം ഈ സമയത്ത് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കരിപ്പെട്ടി ചേർത്ത് കൊടുത്ത ശേഷം ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ജലാംശമൊക്കെ വറ്റി വരണം. നന്നായിട്ട് തിളക്കുന്ന ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച മരുന്ന് പൊടി ഉണ്ടല്ലോ, അത് ഈ സമയം ചേർത്ത് കൊടുക്കാം. സാവധാനം നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. മംഗളകർമ്മങ്ങൾക്ക് പലരും പൂക്കുല ഉപയോഗിക്കുന്നുണ്ട്. തെങ്ങിൻ പൂക്കുലയിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട്. പല രോഗങ്ങളും തെങ്ങിൻ പൂക്കുല ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പൂക്കുല വളരെ നല്ലതാണ്.
പൂക്കുലയിൽ ധാരാളം പൂമ്പൊടി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെങ്ങിൻ പൂക്കുല ലേഹ്യം പലപ്പോഴും സ്ത്രീകൾ പ്രസവശേഷം കൊടുക്കാറുണ്ട്. ഗർഭാശയ ശുദ്ധിക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് തെങ്ങിൻ പൂക്കുല ലേഹ്യം. പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവും ഇല്ലാതാക്കി ഗർഭപാത്രം ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് തെങ്ങിൻ പൂക്കുല ലേഹ്യം. പ്രസവശേഷവും ഗർഭകാലത്തും പല സ്ത്രീകളിലും നടുവേദന ഉണ്ടാവാറുണ്ട് അല്ലെ. ഈ ലേഹ്യം കഴിക്കുന്നത് കൊണ്ട് ഇത്തരം അവസ്ഥകളെ ഇല്ലാതാക്കുന്നുണ്ട്. പ്രസവശേഷം പല സ്ത്രീകളിലും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പലപ്പോഴും മുലപ്പാൽ കുറയുന്നത്. തെങ്ങിൻ പൂക്കുല ലേഹ്യം കഴിക്കാവുന്നതാണ്. ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നതോടൊപ്പം മുലപ്പാൽ വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതാ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്ത ശേഷം സാവധാനം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലേഹ്യം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ലേഹ്യം ഇതാ ഇവിടെ റെഡിയാവാനായിട്ടുണ്ട്. ഈ സമയം നോക്കൂ, ഒട്ടും തന്നെ പൊട്ടിത്തെറിക്കുന്നില്ല, കണ്ടില്ലേ? അപ്പൊ പൊട്ടിത്തെറിയൊക്കെ നിന്ന ശേഷം നമുക്ക് മനസ്സിലാകും ഏകദേശം ലേഹ്യം ഇവിടെ റെഡിയാവാറായിട്ടുണ്ടെന്ന്. ശരീരവേദന, കൈകാൽ വേദന, സന്ധിവേദന, നടുവേദന എല്ലാ വേദനകൾക്കും വളരെ നല്ലതാണ് നമ്മുടെ ഈ തെങ്ങിൻ പൂക്കുല ലേഹ്യം. ലേഹ്യം നല്ല മൂത്ത് വരുന്നത് വരെ എടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഇത് പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും. കുറെ നാള് കേടുകൂടാതിരിക്കാൻ നമ്മൾ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് മരുന്ന് പൊടിയായിട്ട് ഉലുവ, കുരുമുളക്, ജീരകം, ചുക്ക്, അയമോദകം, ഏലം, ഗ്രാമ്പു, പട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഗുണമൊക്കെ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് കിട്ടും. നമ്മളെ ശരീരം സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണല്ലോ. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള ലേഹ്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ലേഹ്യത്തിന്റെ കറക്റ്റ് പാകം. പുറത്തോട്ടേക്ക് നെയ്യ് തെളിഞ്ഞു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എനിക്ക് ലേഹ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറാണ് വേണ്ടി വന്നത്. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്ന ശേഷം നമുക്ക് ചില്ലിന്റെ കുപ്പിയിലോ മറ്റോ സൂക്ഷിക്കാവുന്നതാണ്. തണുത്ത് വന്ന ശേഷം കാണിക്കാം. ലേഹ്യം ഞാൻ ഈ ഒരു ചെറിയ ഓട്ടുരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലിന്റെ കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. ഈ ലേഹ്യം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 1 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ രാത്രിയിലും 1 ടേബിൾ സ്പൂൺ കഴിക്കാം. അങ്ങനെ 2 ടേബിൾ സ്പൂൺ വരെ കഴിക്കാം. മറ്റുള്ളവർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. നടുവേദന മാറാനും കഴുത്ത് വേദന മാറാനും സന്ധിവേദനക്കും മുട്ടുവേദനക്കും ഒക്കെ നല്ലതാണ് തെങ്ങിൻ പൂക്കുല ലേഹ്യം. അപ്പോൾ തെങ്ങിൻ പൂക്കുല കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കണം. അത്രയും നല്ല ഗുണമാണ്. ഈ ലേഹ്യം ചെറിയൊരു ചവർപ്പും മധുരവും കൂടി ചേർന്നതാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഗുണമാണെങ്കിൽ ഒരുപാട് ഗുണമാണ്. തെങ്ങിൻ പൂക്കുല ലേഹ്യം തയ്യാറാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.